സാർ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രസിഡന്റ് സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത്, സുരേന്ദ്രൻ പ്രസിഡന്റായ ആദ്യ നാളുകളിൽ പറഞ്ഞത് മേരാ ബഡാ ഫൈറ്റർ ഹെ എന്നാണ്. രാഷ്ട്രീയത്തിൽ BJPയുടെ വലിയ പോരാളി എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ സുരേന്ദ്രൻ എവിടെയാണ് സാർ? സുരേന്ദ്രൻ കേരളത്തെ വല്ലാതെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ യുവജന നേതാവായിരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരു പോരാളിയുടെ, ഈ പറഞ്ഞ ഒരു പോരാളിയുടെ സ്വഭാവമൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് ഒരു BJP നേതാവിന് കൊടുക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊക്കെ ഒരു കൗണ്ട് ഡൗൺ തുടങ്ങുകയാണെന്ന് തോന്നുന്നു. BJPയുടെ എല്ലാ ഇതുവരെ വന്ന എത്ര പ്രസിഡന്റുമാരെയാണ് ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ തന്നെ വന്നു പോയത്. ആ പദവിയിലെത്തിയാൽ തീർന്നു. അതുവരെ എല്ലാവരെയും നമ്മൾ അതുവരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ആളുകൾ പോലും ആ പദവിയിലെത്തിയാൽ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളം സുരേന്ദ്രനെ പോലെ, കെ സുരേന്ദ്രൻ എന്ന നേതാവിൽ നിന്ന് കേരളത്തിന് വല്ലതും ഇനി പ്രതീക്ഷിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനു മുമ്പായിരുന്ന CK പത്മനാഭനും ഒക്കെ തന്നെ അവരൊക്കെ വന്ന് ആ കസേരയിൽ ഇരിക്കുന്നത് വരെ ഇവരെക്കുറിച്ചൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിന്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ കേരളത്തിൽ UDF LDF മുന്നണികൾക്ക് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതുവരെ ഈ രണ്ട് മുന്നണികൾ ചെയ്തു വന്ന പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായത്, രണ്ടിലും ലക്ഷ്യത്തിലും മാർഗത്തിലും രണ്ടിലും കാണിച്ചു കൊടുക്കണം. ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയവും ഒക്കെയാണ്. അത് ലക്ഷ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ തോന്നുന്ന ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്, ഞാനിപ്പോൾ ഇവർ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊരു ചാലക ശക്തി മാത്രമാണ്. അത്രേ ഉള്ളൂ. ഒരു മൊബിലൈസിങ് ഫാക്ടറാണ്. ജനങ്ങളെ മൊബിലൈസ് ചെയ്യാനും വോട്ട് ഗ്യാദർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഐഡിയോളജിക്കൽ ഒരു പുഷ് മാത്രമാണത്. അതിലപ്പുറമൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലിപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്നൊന്നും പറയുന്നൊന്നുമല്ല ജനങ്ങളുടെ മുമ്പിലുള്ള കൺസേൺ. അതൊക്കെ അവരുടെ കിതാബുകളിൽ എന്നേക്കുമായി അന്തി ഉറങ്ങാനുള്ള ആശയങ്ങളാണ്. അതെല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും ഉണ്ടാവും അത്തരം ചില മൊബിലൈസിങ് ഫാക്ടർ. മതരാഷ്ട്രങ്ങൾക്ക് ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാവും, ഒരു മൊബിലൈസിങ് ഫാക്ടർ ഉണ്ടാവും. അങ്ങനെ കണ്ടാൽ മതി. അതിനെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഇപ്പോൾ ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ശക്തി അവരുടെ ലക്ഷ്യത്തിൽ ഈ ആർഷഭാരതത്തിൻ്റെ ഒരു സംസ്കാരവും മൂല്യങ്ങളും ഒക്കെ സ്വപ്നം കണ്ടുകൊള്ളട്ടെ, അതിനാർക്കും വിരോധമില്ല. പക്ഷെ പ്രയോഗത്തിൽ ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ സാർ, നമ്മൾ കേരളത്തിൽ ഇപ്പോൾ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു. സുരേന്ദ്രൻ പ്രസിഡന്റാണ്. ഇപ്പോൾ അടുത്ത് നമ്മുടെ മലയാള സിനിമയിലെ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് ആ രീതിയിൽ സുരേഷ് ഗോപിക്ക് ഒരു മലയാളത്തിലെ അറിയപ്പെടുന്ന നടൻ എന്ന രീതിയിൽ ഒരു ഹൈപ്പ്, അത് ഒന്ന്. ഇപ്പോൾ രണ്ടാമത് ദേവൻ എന്ന് പറയുന്ന പഴയകാല ഒരു നായകൻ, അദ്ദേഹത്തിന് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. ദേവന് വൈസ് പ്രസിഡന്റ്, വീണ്ടും ഒരു ഉപാധ്യക്ഷൻ, വീണ്ടും ഒരു വൈസ് പ്രസിഡന്റായിട്ട് മേജർ രവി എന്ന് പറയുന്ന സംവിധായകൻ. നമ്മൾ തമാശ രൂപേണ പറയുകയാണെങ്കിൽ പാർട്ടിയിൽ ഇന്നലെ 10 രൂപയോ അല്ലെങ്കിൽ എത്ര രൂപയാണോ പാർട്ടി മെമ്പർഷിപ്പിന് കൊടുത്ത് ഇന്നലെ കയറിയ ഒരാൾ, അയാളതാ പെട്ടെന്ന് പിടിച്ച് വൈസ് പ്രസിഡന്റ്. സാർ, ഇപ്പോൾ ഇവിടെ BJP എന്ന് പറയുന്ന പാർട്ടിയിൽ കാലാകാലങ്ങളായിട്ട് വർക്ക് ചെയ്ത് വന്നിരുന്നവർക്ക് ഒരു വിലയുമില്ലേ? അതിൽ രണ്ട് അടിസ്ഥാനപരമായ മണ്ടത്തരാണ് ഈ ചെയ്യുന്നത്. ഒന്ന്, ഒരു പാർട്ടി അതിൻ്റെ നയപരിപാടികൾ അനുസരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വിശ്വാസ്യതയുള്ള ജനപിന്തുണയുള്ള നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ പാർട്ടിയുടെ ആദ്യത്തെ സ്ട്രാറ്റജി. അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ ആദ്യത്തെ സൂചനയാണ് ഈ സിനിമാ നടന്മാരുടെയും കലാകാരന്മാരുടെയും സംവിധായകന്മാരുടെയും ഒക്കെ പിന്നാലെ നടക്കേണ്ടി വരുന്നത്. ഒന്ന്, ഇനി അങ്ങനെയാണിപ്പോൾ സുരേഷ് ഗോപി വന്നതെന്ന് വിചാരിക്കും. മാത്രമല്ല വളരെ പ്രഗത്ഭരായ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ ശ്രീധരേട്ടനെ പോലുള്ള മനുഷ്യരെ ഈ പാർട്ടിയോട് അടുപ്പിച്ച് കൊണ്ടുവരുന്നതൊക്കെ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. രണ്ടും ചെയ്യാം. ജനപിന്തുണ നേരത്തെ ആർജിച്ചു വെച്ച ജനസേവനത്തിൻ്റെ കഴിവുകൾ തെളിയിച്ച ആളുകളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു സാമർത്ഥ്യമാണ്. അതേസമയം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനപിന്തുണ കൂടുതൽ വികസിപ്പിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നാൽ പാർട്ടി നോക്കാതെ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് ഒന്നാമത്തെ മാർഗം. അതിൽ പരാജയപ്പെടുമ്പോഴാണ് രണ്ടാമത്തെ മാർഗം ജനപിന്തുണ നേരത്തെ ആർജിച്ച ഏതെങ്കിലും മേഖലയിലൊക്കെയുള്ള ആളുകളെ, അങ്ങനെയാണ് പഴയ DGPമാരെ ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. IASകാരെ IPSകാരെ അത് രണ്ടാമത്തെ മാർഗമാണ്. ആ രണ്ട് മാർഗവും പരാജയപ്പെടുമ്പോഴാണ് പിന്നീട് നമ്മൾ ഈ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓക്കെ, സുരേഷ് ഗോപി വന്നത് നമുക്ക് മനസ്സിലാക്കാം.
സുരേഷ് ഗോപിയുടെ ഒരു ജനപിന്തുണ, ജനപ്രീതിയോ, സ്റ്റാർഡം പാർട്ടിക്ക് ഉപകാരപ്പെടുമോ എന്ന പരീക്ഷണമാവാം. എന്നാൽ പിന്നെ സംഭവിക്കുന്ന ആൻറ്റി ക്ലൈമാക്സ് ആണ്. സുരേഷ് ഗോപി വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടാവുന്നത് വിധം തലതല്ലി കീറി അദ്ദേഹം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവൻ വന്നിട്ട് എന്ത് ചെയ്യാനാ കേരള രാഷ്ട്രീയത്തിൽ? മേജർ രവി പിന്നെ വന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ഇതൊക്കെ ഒരു സ്ട്രാറ്റജി പോലും ഇല്ലാതെ കയ്യിൽ എനിക്ക് തോന്നുന്നു മഹാശൂന്യതയുമായിട്ടാണ്. സത്യത്തിൽ യഥാർത്ഥ നേതാവിൻ്റെ ഒരു പ്രത്യേകത മനസ്സ് നിറയെ പദ്ധതികൾ ഉണ്ടാവണം, മനസ്സ് നിറയെ സ്വപ്നങ്ങൾ ഉണ്ടാവണം, രാഷ്ട്രീയ ആശയങ്ങൾ, പ്രവർത്തന പദ്ധതികൾ, പ്ലാൻസ് ഉണ്ടാവണം. പ്ലാൻ എ, ബി, സി, ഡി അങ്ങനെ ഉണ്ടാവണം. ഇതല്ലെങ്കിൽ ഇത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറെക്കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ സ്ഥിതി ഇപ്പോൾ ഇതാണ്. എങ്ങനെയെങ്കിലും ഇപ്പോൾ കേരളത്തിൽ രണ്ട് മുന്നണികളുടെ സ്ഥിതി എന്താ? ഒന്നുകിൽ പോസിറ്റീവ് വോട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ വായിൽ വെച്ച് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഈ സാമുദായിക സമവാക്യങ്ങളെ പതുക്കെ അനുകൂലമാക്കി എടുത്തിട്ട്. ഇപ്പോൾ ജോസ് കെ മാണി വന്നാൽ ഇടതുപക്ഷത്തിന് എന്ത് ഗുണം കിട്ടുമെന്ന് പരീക്ഷിച്ചു, വേണ്ടത്ര ഗുണം ചെയ്തില്ല എന്ന് മനസ്സിലായി. ഇനി മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയാൽ എന്ത് ഗുണം കിട്ടും എന്ന് ഇടതുപക്ഷം ആലോചിക്കുന്നു. അതാണിപ്പോൾ ഈ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ഒരു വഴി. ഈ സാമുദായിക ശക്തികളെ എങ്ങനെ കൂടെ കൂട്ടാം? നമ്മുടെ കേന്ദ്രമന്ത്രി പിന്നെ രാജ്യസഭാ അംഗം ഒക്കെ ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, തോക്കുന്ന മത്സരത്തിൽ എന്തിനാണ് BJP സ്ഥാനാർത്ഥിയായി കേരളത്തിൽ മത്സരിക്കുന്നത്? BJP കിട്ടിയ വലിയ അടിയല്ലേ അത്? BJP കിട്ടേണ്ടതല്ലേ അത്? അയാൾ ആരാവട്ടെ, അയാൾ പൂർവ്വകാലം എന്താവട്ടെ, അയാൾ IAS ഉദ്യോഗസ്ഥനാവട്ടെ, അയാൾക്ക് സ്വപ്നം കാണാനാവാത്ത പദവികളിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ, ഇവിടെ CPM പോലും അദ്ദേഹത്തെ MLA ആക്കിയിട്ടുണ്ട്. കൊടുത്തവർക്കൊക്കെ കിട്ടിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ പദവികളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ചോദിക്കുന്നത്, ഇനി തോൽക്കാനൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞാൽ ജയിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പദവികളിൽ കൊണ്ട് ഇരുത്താനായിട്ട് മാത്രം എന്തിനാണ് ഒരു പാർട്ടിക്ക് ലീഡർഷിപ്പ്? അത് ആലോചിക്കേണ്ടതാണ്. ഈ കണ്ണന്താനത്തെ കൊണ്ട് നടന്ന എല്ലാവർക്കും കിട്ടിയ അടിയാണത്. നിങ്ങളെങ്ങനെ ഇങ്ങനെ വാഴ്ത്തി കൊണ്ട് നടന്നുകൊള്ളുക, വഹിച്ചു കൊണ്ട് നടന്നുകൊള്ളുക, നിങ്ങൾക്ക് വേണ്ടി ഗ്രാസ് റൂട്ടിൽ പോയി ഒരു പോരാട്ടം നടത്താൻ പോലും ഞാൻ ഒരുക്കമല്ല എന്നല്ലേ ഇതിനർത്ഥം? പരിഹാസ്യമാണ്, അരാഷ്ട്രീയമാണ്, അങ്ങേയറ്റത്തെ അരാഷ്ട്രീയം. ഒരു സംഗതി കൂടെ നമ്മൾ പറയാൻ വിട്ടുപോയി. AP അബ്ദുള്ളക്കുട്ടിയെ ഇവർ കൊണ്ടുവന്നായിരുന്നല്ലോ. ഇപ്പോൾ അബ്ദുള്ളക്കുട്ടി എവിടെയാണ്? അതൊക്കെ യഥാർത്ഥത്തിൽ BJP നേരിടുന്ന വലിയ ചോദ്യം തന്നെയാണ്. എന്തിനായിരുന്നു കൊണ്ടുവന്നത്? ഞങ്ങൾ മുസ്ലിം വിരുദ്ധരല്ല എന്ന് വരുത്താൻ വേണ്ടി അബ്ദുള്ളക്കുട്ടിയെ പോലെ. തീർച്ചയായിട്ടും അബ്ദുള്ളക്കുട്ടിക്ക് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ദേശീയ നേതാവാണ്. അല്ല, ഇപ്പൊ ദേശീയ നേതാവാണ്. നേരത്തെ MP ഒക്കെ ആയിരുന്നല്ലോ, MP ആയിരുന്നു, MLA. BJPയുടെ ദേശീയ നേതാവ് രണ്ടിന്റെയും, ഇപ്പൊ ഞാൻ പറയുന്നത് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാവായി വന്നിട്ടാണ് BJP-യിൽ എത്തുന്നത്. അപ്പൊ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇടതുപക്ഷത്തിന്റെയോ UDF-ന്റെയോ ഒരു തട്ടകത്തിൽ നിന്ന് ഒരു ചെറിയ വോട്ട് ബാങ്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാനോ, ഒരു മണ്ഡലത്തിൽ BJP-യുടെ കൂടി പിന്തുണയോടുകൂടി അബ്ദുള്ളക്കുട്ടിയെ നിർത്തി മലബാറിലെ എവിടെയെങ്കിലും ഒന്ന് മത്സരിപ്പിക്കാനോ ഒക്കെയുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരാത്ത കാലത്തോളം അബ്ദുള്ളക്കുട്ടി പോലും വമ്പിച്ച പരാജയമല്ലേ? അതുകൊണ്ട് നിരന്തരമായി പരാജയപ്പെടുന്നവൻ BJP എന്ന് കേരളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സങ്കടത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, BJP ഇങ്ങനെ കണ്ടെത്തുന്ന BJP-യുടെ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മണ്ടൻ കണ്ടെത്തലുകളാണോ അവർ ഇവിടുത്തെ കണ്ടെത്തലുകൾ? മണ്ടൻ കണ്ടെത്തലുകൾ പോലും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എന്താ കണ്ടെത്തൽ വെച്ചാൽ വന്ന് വീഴുന്നതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു അല്പം ഒന്നുമില്ല. അതായത് ഒരാൾ വരട്ടെ നമ്മൾ ആഗ്രഹിക്കാം, അങ്ങനെയുണ്ടല്ലോ, അതൊരു കണ്ടെത്തലാണ്. ഇപ്പോ മോഹൻലാൽ വന്ന് കിട്ടിയെങ്കിൽ നന്നായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം, അതൊരു വിഷനാണ്. ഇതാരും ആഗ്രഹിക്കാതെ ആരെങ്കിലുമൊക്കെ വന്ന് വീണാൽ ഒരു കസേര കൊടുത്തിരുത്തുക, എന്നിട്ട് ഉടനെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആക്കുക. ഇപ്പോൾ 11ാമത്തെ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇങ്ങനെ കുറേ വൈസ് പ്രസിഡന്റുമാരുടെ ഒരു കൂടാരം. സിനിമയിൽ ഒരു നടനായി, അടുത്ത വേറൊരു നടനായി, അടുത്തൊരു സംവിധായകനായി ഇവരെന്ത് ചെയ്യാൻ പോവാണ്? BJP ഇനിയിപ്പോ സിനിമാക്കാരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കേരളത്തിലെ BJP എന്താവണമെന്ന് ഒരു പ്ലാൻ, ഒരു പദ്ധതി, ഒരു ഡിസൈൻ, ഒരു സ്വപ്നം പോലും കേരളത്തിലെ BJP ലീഡർഷിപ്പിന് ഇല്ല. അതിന്റെ തെളിവാണ് അവര് ഈ പാർട്ടിയിലേക്ക് ആരൊക്കെ വരണമെന്ന് പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാലല്ലേ ഈ പാർട്ടിക്ക് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. യാതൊരു പ്രതീക്ഷയും. സുരേന്ദ്രൻ മിണ്ടാത്തത് സർക്കാരുമായിട്ടുള്ള ഒരു ഒത്തുകളിയാണെന്ന് നമുക്ക് ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുഴൽപ്പണ കേസ് വന്നിരുന്നു. മാത്രമല്ല പിണറായി വിജയന്റെ പേരിലുള്ള കേസുകൾ ഇപ്പം 36 തവണ വിളിച്ച് മാറ്റിവെച്ചു എന്നൊരു ആരോപണമുണ്ട്. മാത്രമല്ല ആ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആ കേസിലെ വാദിയായ CBI ആണ്. സുപ്രീം കോടതി പോയി ആവശ്യപ്പെടും. ഇന്ന് ഞങ്ങൾക്ക് നേരമില്ല, ഇന്ന് ഞങ്ങൾ പഠിച്ചിട്ടില്ല,
35 തവണ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അപ്പം ഇതൊക്കെ പരസ്പരമുള്ള ഇപ്പം ഈ അണിയറയിൽ എന്തൊക്കെയോ ഒത്തുകളികളുണ്ട് എന്നൊരു ഒരു അല്ല സാർ, അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വി മുരളീധരനും സുരേന്ദ്രനുമാണ് BJPയെ കേരളത്തിൽ നിയന്ത്രിക്കുന്നത്. വി മുരളീധരനെ കുറിച്ച് അദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെതായ ജോലിയുണ്ട്. പക്ഷേ സുരേന്ദ്രൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ആ ഒരു തീപ്പരി കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ CPM ഒരു VS അച്യുതാനന്ദൻ എന്ന പോലെ ആയിരുന്നു സുരേന്ദ്രൻ കടന്നു വന്നത്. എന്നിട്ട് ആ സുരേന്ദ്രൻ ഇപ്പം നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ വീണ്ടും വരികയാണ്. സുരേന്ദ്രൻ ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല. അത് BJP പ്രവർത്തകരുടെ ഇടയിൽ, അണികളുടെ ഇടയിൽ എന്ത് ഇതാണ്. സുരേന്ദ്രൻ മാത്രമല്ല സാറേ, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു മനുഷ്യൻ, ഞാൻ പറയുന്നത് വലിയ മല പോലെ ആണ് പ്രതീക്ഷകളോടെ ആളുകൾ വരുന്നത്. ഇപ്പോൾ വന്ന ലീഡേഴ്സൊന്നും മോശമായിരുന്നല്ലോ. വന്ന ലീഡേഴ്സ് ഇപ്പോൾ രാജഗോപാൽ ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ചു. അതെ, അത് ജനങ്ങൾ കൊടുത്തൊരു പ്രതീക്ഷയാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ BJP അങ്ങോട്ട് പോയി. സാർ, അദ്ദേഹം മാത്രമല്ല, BJPയിൽ വേറെയും ഒരുപാട് നേതാക്കളുണ്ടല്ലോ. സുരേന്ദ്രൻ ആയ സമയത്ത് എന്തുമാത്രം പഴയ നേതാക്കൾ പ്രശ്നം ഉണ്ടാക്കി. സുരേന്ദ്രൻ ആ കൂട്ടത്തിൽ വന്ന ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു, യുവാവായിരുന്നു. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ ബേസ് ഉണ്ട്, നല്ല പൊളിറ്റിക്കൽ മീൻസ് ഫൈറ്റ് ചെയ്ത് പറയുന്നത് സംഘപരിവാറിന് പുറത്തുള്ള രാഷ്ട്രീയ പരിചയവും ബന്ധങ്ങളും ഒക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ഇപ്പോൾ കുമ്മനം വന്നതുപോലെ ഒരു സാത്വികമായ ഒരു ദാർശനിക തലത്തിൽ വന്ന ഒരാളല്ല. നല്ല രാഷ്ട്രീയ ചൂടുള്ള രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ അതാണല്ലോ. പക്ഷെ അതൊക്കെ പ്രതീക്ഷയ്ക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ അതിൻ്റെ തലപ്പത്ത് വന്നു കഴിഞ്ഞാൽ തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആകെ ചെയ്യാവുന്ന ഒരു തട്ടകം ഏതെങ്കിലും ഒരു ഗവർണറേറ്റിൽ, ഏതെങ്കിലും ഒരു രാജ്ഭവനിൽ ലാവണം തേടിപ്പോ. എല്ലാവരുടെയും ചരിത്രം അതല്ലേ സാർ. നരേന്ദ്രമോദി വലിയ നേതാവ് ഇന്ത്യയിൽ BJPക്ക് ഉള്ള ഒരു അവസരത്തിൽ വേറെ പല സംസ്ഥാനങ്ങളിലും BJP അവരുടേതായിട്ട്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വവാദം ചിലപ്പോൾ കിതാബിൽ മാത്രം, പുസ്തകത്തിൽ മാത്രം എഴുതി വെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കാം. അല്ലാതെ അവർക്ക് വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിടയിൽ ഉയർന്നു നിൽക്കുന്നത് BJP ഭരണം കൊണ്ട് തന്നെയാണ് എന്നിരിക്കൽ കേരളം ഇത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ സംഘടനയിൽ ഒന്നുമല്ലാതെ പോകുന്നത് നമുക്ക് ഒരു എന്ത് പറയാൻ പറ്റും. അല്ല, എനിക്ക് തോന്നുന്നത് അത് അവരുടെ തന്നെ സ്വയംകൃത, അവർ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? ഇപ്പോൾ CPMനോട് നമ്മൾ പറയുമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് വന്ന് കേരളത്തിൽ മാത്രമാകുന്നു എന്ന് CPMന് നേരെ ചോദിക്കുന്നത് പോലെ ഇന്ത്യ മുഴുവൻ എത്തിയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലൊന്ന് പിച്ച വെക്കാൻ പറ്റാത്തത് എന്ന ചോദ്യം. എന്തായാലും സാർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിൻ്റെ പഴയ സുരേന്ദ്രൻ എവിടെ പോയി എന്നുള്ളത് ഒരു ആവർത്തിച്ച ചോദ്യമായി ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വ്യക്തിപരമല്ല ആ ചോദ്യം ഞാൻ വിചാരിക്കുന്നു. സുരേന്ദ്രന് മാത്രമല്ല, അതെ, സുരേന്ദ്രൻ മാത്രമല്ല, ഇനി ആര് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാത്ത വിധം ശൂന്യമായിരിക്കുന്നു കേരളത്തിലെ BJP. അതും വലിയൊരു തലമുറ അല്ല, വലിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരു മുഖം കാണിച്ചു കൊടുക്കാനില്ലാത്ത വലിയൊരു തെരഞ്ഞെടുപ്പിനെ നടന്ന പരീക്ഷണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേത് അല്പം പ്രതീക്ഷ ഉയർത്തിയിരുന്ന സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ദയനീയമായ ഒരു പിന്മടക്കത്തിലാണ്. വലിയ പിന്മടങ്ങി പോകുന്നത് കാണാനുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പോലും ഉണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. അതുകൊണ്ട് ഒരു പരീക്ഷണമെങ്കിലും ചടുലമായി നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സുരേഷ് ഗോപി പോലും പിൻവലിഞ്ഞ സ്ഥിതിക്ക് BJP ഒരു വലിയ സുഷുപ്തിയിലേക്ക് പോകാനാണ് അടുത്ത അവരൊരു പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്, ആവശ്യമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ലതാണ്. കേരളത്തിന് ഒരു ആൾട്ടർനേറ്റീവ്, ഈ രണ്ട് മുന്നണിക്കും മധ്യേ മറ്റൊരു മുന്നണി എന്നൊരു കറക്റ്റീവ് ഫോഴ്സ് കേരളത്തിനും നല്ലതാണ്. പക്ഷെ വരുമെന്ന പ്രതീക്ഷ അടുത്ത ചിന്തിക്കുമെന്ന് കരുതാം, നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.